എല്ലാവർക്കും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ആഴ്ചത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആർസണൽ. ശരിക്കും എന്താ പറയണ്ടേ, ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു നട്ട്ഷെല്ലിൽ പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിസേർവ്സ് സംതിങ്. ഒരു ഡ്രോ എങ്കിലും ഈ ഒരു മത്സരത്തിൽ യുണൈറ്റഡ് ഡിസേർവ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അവരെ ഫ്രണ്ടിൽ കളിച്ച എംബൂമിയും ക്യൂനിയും ഒരു രക്ഷയുണ്ടായിരുന്നല്ലോ. അവർ എന്താ പറയണ്ടേ, ആ ക്യൂനിയറെ 2 സോളോ റൺ, ആ ഒരു ഹാർട്ട് ഔട്ട്, അത് തളർന്ന് വീഴുന്നില്ല, ആ ഒരു അവസാന ശ്വാസം വരെ ഇങ്ങനെ പോരാടുക എന്നൊക്കെ പറയുന്നില്ല. ആ ഒരു പോരാട്ട വീര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് 3 ഈ ഒരു എനർജിയും ഒരു എനർജി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താണ് പറയണ്ടത്, ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമ്മൾ കളിക്കുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത, നമ്മളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് എങ്ങനെയെങ്കിലും നമ്മളെ ടീമിനെ ഉയർത്തിയെടുക്കുക എന്നുള്ളൊരു ആത്മാർത്ഥത, അത് ഈ ഒരു 2 പ്ലെയേഴ്സിലും ഒറ്റ കളിയിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എല്ലാ ഫാൻസിനും മനസ്സിലായി കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിക്കണമായിരുന്നു. യെസ്, അവർ ട്രൈ ചെയ്തു, ഞാൻ ട്രൈ ചെയ്തില്ല എന്നല്ല പറയുന്നത്. അവരെ ആ ഒരു എഫേർട്ടിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അറിയിച്ചിരുന്നു. ആർസണൽ സപ്പോസ് ഞാൻ കുറച്ച് പോയിന്റ് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ക്യൂനിയറെ സോളോ റൺസ് 2 സോളോ റൺസ് ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായത് ഒരു രക്ഷയില്ലാത്തതാണ്. ജസ്റ്റ് ഒന്ന് വൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണ് അവസാനം ഫൈനൽ തേർഡിൽ ചങ്ങായിക്ക് പറ്റിപ്പോയത്, ഇല്ലെങ്കിൽ അടിച്ച് കയറ്റിട്ടായിരുന്നു. പിന്നെ യെസ്, വീണ ഗോള് എനിക്കിഷ്ടമില്ലാത്തൊരു ഇതാണ് ആർസണലിൻ്റെ ഒരു സെറ്റ് പീസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ലിവർപൂളിനെതിരെയും അവർ ഫസ്റ്റ് ഒരു ഗോൾ അടിച്ച് ഇതേപോലെ ആലിസനെ ഒന്തിയിട്ട് ആലിസന് ആ ബോൾ തൊടാൻ വരെ കിട്ടിയിട്ടുണ്ടായില്ല. എന്താ പറയണ്ടത്, അത് യെസ്, അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഉള്ളിലുള്ളതാണ്, അല്ലെങ്കിൽ അതെന്തായാലും ഫൗൾ വിളിക്കുമല്ലോ. പക്ഷെ അത് ഒരുമാതിരി എന്താ പറയുക, നമ്മളൊരു മൂഞ്ചിയ പരിപാടി എന്ന് പറയില്ലേ, മൂഞ്ചിയ കളി കളിക്കൽ, ആ ഒരു രീതിയാണ് ആക്ച്വലി എനിക്ക് ഫെൽറ്റ് ചെയ്തത്. ഞാൻ അവരെ സെറ്റ് പീസ് സ്ട്രാറ്റജിയുടെ ഒരു വലിയ ഫാനും അല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആ ഒരു സ്ട്രാറ്റജിയോട്. യെസ്, നല്ല ടീമാണ് ആർസണൽ, ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ്, എല്ലാം ഓക്കെയാണ്, ആ ഒരു നല്ല പ്ലെയേഴ്സ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം എനിക്ക് ഇഷ്ടമല്ല അവരെ ടീമിൽ. പിന്നെ യോക്കറസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ചങ്ങായി ഓഫ് ദ ബോൾ മാത്രമാണ് ഈ ഒരു കളിയിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായത്. ഫസ്റ്റ് മത്സരം ആയതുകൊണ്ടാണ്, അതായത് പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മത്സരം, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ എല്ലാ പ്ലെയേഴ്സിനും അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് 3 കളിച്ച 2 പ്ലെയേഴ്സ്, മൗണ്ട് ഓക്കെ കളിയായിരുന്നു, എംബൂമിയും ക്യൂനിയും അവർക്ക് പ്രീമിയർ ലീഗിൽ നല്ല ഇഷ്ടമാതിരി എക്സ്പീരിയൻസും, അതുകൂടാതെ അവർ രണ്ടും അവരെ ടീമിൻ്റെ മെയിൻ പ്ലെയേഴ്സും ആയിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രീമിയർ ലീഗിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഓൾറെഡി അറിയാം പ്ലെയേഴ്സൊക്കെ എങ്ങനെ കളിക്കും, എത്രമാത്രം ഇൻറ്റൻസിറ്റിയാണ്, എത്രമാത്രം സ്പീഡാണ് എന്നൊക്കെ അവരറിയുന്നതുകൊണ്ട് അവരെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്തു. ഞാൻ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂനെ കൊടുക്കും. നിങ്ങൾക്ക് ആർക്കാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ ബാക്ക് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. ലൂക്ക് ഷോനെ ആദ്യം ഇറക്കാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു സാക്കി ഉണ്ടായതുകൊണ്ട് ഒരു ഡിഫൻസ്. എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് ഡിയാലോനെ ഇറക്കാണ്ട് ഡാലോനെ ഇറക്കിയതാണ്. ഒരു പക്ഷേ ഒരു ഡിഫൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ആയിരിക്കും മേ ബി അമോറിയും ആ ഒരു ഇതെടുത്ത് കഴിഞ്ഞ ഒരു റൊട്ടേഷൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അമാദ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ അമാദിന് പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുണ്ടല്ലോ, ഡ്രിബിൾ ചെയ്യാനും ടേക്ക് ഓൺ ചെയ്യാനും ബോൾ ക്യാരിയും ചെയ്യാനുള്ള കഴിവ് ദാലോക്കില്ല. ദാലോക്ക് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്ത് ക്രോസ് കൊടുക്കുക, ക്രോസ് കൊടുക്കുക, ആ ഒരു ഇത് മാത്രമേ ദാലോക്കില്ലൂ. അപ്പം ദിയാല വന്നതിന് ശേഷം ആ ഒരു റൈറ്റ് സൈഡിൽ മാറിയ ഒരു കളി ഞാനിങ്ങനെ ഇരുന്നേരം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി, വേണ്ടായിരുന്നു, കുറച്ചും കൂടി നേരത്തെ ദിയാലിനെ ഇറക്കാമായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിലെ കളിപ്പിക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒറ്റൊരു ഇത് മാത്രമേ സ്റ്റാർട്ടിങ് 11 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിങ് 11 എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. കസമീറോ നല്ല വൃത്തി കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കസമീറോനെ ഇറക്കി ലുഗാട്ടനെ ഇറക്കാൻ സാധ്യതയില്ല. കാരണം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ ഒരു DM കുറച്ച് നല്ല പരിചയമില്ലേ, ടാക്കിൾ ചെയ്ത് പരിചയമില്ലേ, ഡിസ്പോസസ് ചെയ്ത് പരിചയമുള്ള ഒരു പ്ലെയറെ അത്യാവശ്യമായിരുന്നു. അപ്പം
അതിലൊരു കിടിലൻ ബോളും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് ബോൾ ക്രോസ്. ബ്രൂണോ ഫെർണാണ്ടസ് നല്ല കളിയായിരുന്നു. ആസ് യൂഷ്വൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്. ആഴ്സണലിലേക്ക് വന്നാൽ സാക്കന ആദ്യം നിനക്കൊന്ന് ലൂക്ക് ഷോ ആണ് ഉന്തിയത്, അതിനുശേഷം ഡിലീറ്റ് ഉന്തി പറപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാക്ക കളിയിലേ ഇല്ലായിരുന്നു, എന്താ പറയണ്ടേ, ഗോസ്റ്റഡ്. പാമർ ചെൽസിയിൽ ഗോസ്റ്റ് ആയതുപോലെ ഈ കളിയിൽ സാക്ക ഗോസ്റ്റായി. ആഴ്സണൽ ഒരു ജയം ഒപ്പിച്ചെടുത്തു, അതായത് എങ്ങനെയെങ്കിലും ജയിച്ചു, നമുക്ക് 3 പോയിന്റ് വേണം. ആ ഒരു മെൻറ്റാലിറ്റി ഒരു പക്ഷേ നമ്മൾ എല്ലാ സീനിയർ പ്ലെയേഴ്സ് അല്ലെങ്കിൽ വിരമിച്ച പ്ലെയേഴ്സൊക്കെ പറയുന്നേക്കാം, നമ്മൾ ഒരു ടൂർണമെൻറ്റ് ജയിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഏറ്റവും വലിയ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് കളിച്ചില്ലെങ്കിലും മോശം കളിയാണെങ്കിലും ആ കളി ജയിച്ചിരിക്കണം. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ടീമിനാണ് 38 മത്സരം ഈ സ്ട്രെച്ചിൽ ഇത്രയും വലിയ ലീഗിൽ ഒരു ലീഗ് അടിക്കണമെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആഴ്സണലിൻ്റെ ഫാൻസൊക്കെ ഓക്കെ സന്തോഷകരം. ഒബ്വിയസ്ലി 3 പോയിൻ്റാണ് എല്ലാവർക്കും വേണ്ടത്. നല്ല രീതിയിൽ കളിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പോയിന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വല്ല ഗുണമില്ല. പക്ഷേ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെ സ്പിരിറ്റ് ഉയർത്തുന്ന ഒരു പ്രകടനമാണ് ആക്ച്വലി ഈ ഒരു മത്സരത്തിൽ കണ്ടത്. എത്ര കഷ്ടപ്പെട്ടിട്ടും 100% പുറത്തെടുക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയുമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സൊക്കെ ഗ്രൗണ്ടിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആസ് യൂഷ്വൽ ലിവർപൂളിൻ്റെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആണ് എല്ലാ ടീമും. അപ്പോൾ ഞാനൊരു ഡ്രോ ആണ് പ്രതീക്ഷിച്ചത്. ഡ്രോ ആയിരുന്നു എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഒരു ഡ്രോയിങ് എനിക്ക് വേണമായിരുന്നു. കാരണം ആഴ്സണലിൽ 3 പോയിന്റ് കിട്ടണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. യുണൈറ്റഡ് ജയിച്ചാൽ എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ യുണൈറ്റഡിനെ താഴ്ത്തി പറയുന്നില്ല, യുണൈറ്റഡ് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആവാൻ സാധ്യത കുറവാണ്. ഒരു പക്ഷേ ഇതേ ഒരു പെർഫോമൻസ് എല്ലാ കളിയും എടുക്കുന്നുണ്ടെങ്കിൽ യുണൈറ്റഡിന് മേ ബി ടോപ്പ് 4 മത്സരിക്കാം. ഒരു മിഡ്ഫീൽഡറും കൂടി ഉള്ള കിടില മിഡ്ഫീൽഡറും കൂടി വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി നമ്മൾ ലിവർപൂൾ അല്ലെങ്കിൽ ചെൽസി അതുകൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസൊക്കെ ആഴ്സണലിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും എല്ലാ ഫാൻസും. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് തോറ്റാലും എല്ലാവർക്കും സന്തോഷിക്കുക. കാരണം സന്തോഷിക്കുക ഇൻ ദ സെൻസ് ഒരു പ്ലേയിങ് സ്റ്റൈൽ കൂടാതെ ആ ഒരു ഊർജം, ആർജവം, എക്സൈറ്റ്മെൻറ്റ്, പ്ലെയേഴ്സിൻ്റെ ഒരു 100% കൊടുക്കുന്ന എന്താണ് ആ വാക്കിന് കിട്ടുന്നില്ല, അതൊക്കെ കഴിഞ്ഞ സീസണിലേക്കാളും എത്രയോ മാറിയിട്ടുണ്ട്, എത്രയോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം വരുന്ന മത്സരത്തിലൊക്കെ ഇതേപോലെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.